ഡൽഹിയിൽ നടക്കുന്ന കലാപ പ്രവർത്തനം അതിൽ CIA വലിയ പങ്കുണ്ട് എന്ന് ഒരു ആക്ഷേപമുണ്ട്, ഗുരുതരമായ ആക്ഷേപമാണ്. അതോടൊപ്പം തന്നെ ഒരു മലയാളി വൈദികൻ, മറ്റൊന്ന് ഒരു തമിഴ്നാട്ടുകാരനായ വൈദികൻ, ഇവർ രണ്ടുപേരും ബന്ധപ്പെടുന്ന സംഘടനകൾ, ഇതിനൊക്കെ വ്യക്തമായ പങ്കുണ്ട് എന്ന ആക്ഷേപം ഉയരുന്നു. എത്രത്തോളം ശരിയാണ് സാർ ഇതൊക്കെ? CIA അന്താരാഷ്ട്ര ക്രിസ്ത്യൻ സംഘടനകളിലേക്കും വരുന്നതിന് മുൻപ് നമുക്ക് ഭാഗ്യം കൊണ്ട് ഈ കാര്യത്തിലും ഒരു മലയാളി സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. ആ മലയാളി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ജോർജ് മുത്തൈലിൽ എന്ന് പറയുന്ന പാല രൂപതയിൽപ്പെട്ട വെമ്പിള്ളിയിൽ താമസിക്കുന്ന അവിടെ വളരെ പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട് ഈ വെമ്പിള്ളിയിൽ, കാളികാവ് പള്ളി. ആ കാളികാവ് ഇടവകയിലെ അംഗമായ ഇദ്ദേഹം ഒരു ജസ്യൂട്ട് പാതിരിയാണ് എന്ന് മാത്രമല്ല തിരുവനന്തപുരം ലയോള കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്ന ആളാണ്. അവിടം കൊണ്ടും തീരുന്നില്ല, ഇപ്പോൾ സൗത്ത് ഏഷ്യയുടെ, ദക്ഷിണേഷ്യയുടെ ജസ്യൂട്ട് സഭയുടെ കമാൻഡറാണ് അദ്ദേഹം ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് റോമിലിരിക്കുന്ന ഇതിൻ്റെ സുപ്പീരിയർ ജനറലിന് നേരിട്ടാണ്. അത്രയേറെ സ്വാധീനമുള്ള ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്രിസ്ത്യൻ യുവാക്കൾ നിർബന്ധമായും ക്രിയാത്മകമായ ഈ സമരത്തിൽ പങ്കെടുക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം നേരിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ക്രിയാത്മകമായ ഈ സമരത്തിൽ ക്രിസ്ത്യൻ യുവാക്കൾ പങ്കെടുക്കണമെന്ന് ഇദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്നത് ഒരു വെല്ലൂർ രൂപതയുടെ ബിഷപ്പാണ്. അദ്ദേഹത്തിൻ്റെ പേര് അംബ്രോസ് പിച്ചായിമുത്ത് എന്നാണ്. അംബ്രോസ് പിച്ചായിമുത്ത് അദ്ദേഹത്തിൻ്റെ പള്ളികളിലെല്ലാം ഈ CJP സമരത്തിൽ പങ്കെടുക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഈ രണ്ട് പേർക്കാണ് ഉള്ളത്. ഇവരെന്താ ഇങ്ങനെ ചെയ്യാൻ കാരണമെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും വരില്ലേ. ഇവിടെയാണ് അന്താരാഷ്ട്ര ക്രിസ്ത്യൻ ഇവാഞ്ചലൈസേഷൻ സംഘത്തിൻ്റെയും CIA ഇടപെടൽ വരുന്നത്. ഈ CIA എന്ന് പറയുന്ന അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘം, ആ സംഘത്തെ കുറേ കാലം പോറ്റി വളർത്തിയിരുന്നത് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ 32 കൊല്ലക്കാലത്തെ ഡയറക്ടറായിരുന്ന എഡ്ഗാർ ഹൂവർ എന്ന് പറയുന്ന കക്ഷിയാണ്. ഈ എഡ്ഗാർ ഹൂവർ കനത്ത അമേരിക്കൻ പക്ഷപാതിയാണ്, കനത്ത ക്രിസ്ത്യൻ പക്ഷപാതിയാണ്, കനത്ത വെള്ള തൊലിയുടെ പക്ഷപാതിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തം തന്നെ വെളുത്തവരും അമേരിക്കയിൽ സ്വാഭാവികമായി ജനിച്ചവരും ക്രിസ്ത്യാനികളുമായവർക്ക് മാത്രമേ അമേരിക്കയുടെ സ്നേഹമുള്ളൂ എന്ന് കരുതിയിരുന്ന ഒരാളാണ് ഹൂവർ. ഈ എഡ്ഗാർ ഹൂവർ, അദ്ദേഹം വലിയ കക്ഷിയാണ് കേട്ടോ എഡ്ഗാർ ഹൂവർ. ഈ എഡ്ഗാർ ഹൂവർ അദ്ദേഹം CIA-ക്കും FBI-ക്കും പരിശീലനം കൊടുത്തിരുന്ന ആളാണ്. അങ്ങനെ പരിശീലനം കൊടുക്കുന്ന കാലത്ത് ജസ്യൂട്ട് പുരോഹിതരുമായി ചേർന്നിട്ട് ജസ്യൂട്ട് പുരോഹിതർക്ക് നവീകരണ ധ്യാനം നടത്താറുണ്ട്. ആ നവീകരണ ധ്യാനം നടത്തുന്ന പാതിരിമാരെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവർക്ക് നവീകരണ ധ്യാനം കൊടുക്കും. അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം ഉറപ്പായിട്ട് കിട്ടുന്നു, അദ്ദേഹം സെലക്ട് ചെയ്തിരുന്നത് മുഴുവനും നാച്ചുറലി ബോൺ വൈറ്റ് അമേരിക്കൻ ക്രിസ്ത്യൻസ് ആയിരുന്നു. അവർക്കല്ലേ ഇത് പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് CIA-യുമായിട്ട് ജസ്യൂട്ടുകൾക്ക് ഒരു ഗാഠബന്ധം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഇത് ആ ശീതയുദ്ധകാലത്ത് എന്നുവെച്ചാൽ റഷ്യ അമേരിക്കയും രണ്ട് ചേരിയിൽ നിന്ന് എന്ന് നിരന്തരം സംഘർഷം ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ നേരിടുന്നതിന് വേണ്ടി ക്രിസ്ത്യൻ സൈന്യം എന്ന നിലക്കാണ് ഇത് ഉപയോഗിക്കപ്പെട്ടിരുന്നത് എങ്കിലും ഏജൻറ്റുമാർ, ഈ CIA-യുടെ ഓരോ കക്ഷികളും ഏജൻ്റ് എന്നാണ് പറയുക, ഇതിൻ്റെ വലിയ കക്ഷി, ആ ഏജൻറ്റുമാരെ സെലക്ട് ചെയ്യുന്നത് ഈ ജസ്യൂട്ടിൻ്റെ പ്രീസ്റ്റ് കൂടി ഇരുന്നിട്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലായല്ലോ. ഇനി ഇവരെല്ലാവരും തന്നെ
എന്താണ് ബില്ലി ഗ്രഹാം എന്ന് പറഞ്ഞൊരു അന്താരാഷ്ട്ര പ്രസിദ്ധനായിട്ടുള്ള ഒരു ഇവാഞ്ചലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ബില്ലി ഗ്രഹാമൊക്കെ ഗസ്റ്റ് ഫാക്കൽറ്റിയിൽ വന്ന് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ക്രിസ്തുവൽക്കരണത്തിന് വേണ്ടി ഏത് മാർഗവും ഉപയോഗിക്കാം എന്ന് വിശ്വസിക്കുന്ന സംഘടനയാണ് ഈശോ സഭ എന്ന് നമ്മൾ പറയുന്ന സൊസൈറ്റി ഓഫ് ജെസ്യൂട്ട്സ്. ആ സൊസൈറ്റി ഓഫ് ജെസ്യൂട്ടിൻ്റെ സൗത്ത് ഏഷ്യൻ വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ കക്ഷിയാണ് ഈ പറഞ്ഞ ജോർജ്. അവരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ലക്ഷ്യം ഇന്ത്യയെ ഒരു ക്രൈസ്തവ രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ എത്രയോ നൂറ്റാണ്ടുകളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിവിധ അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് പണം കൈപ്പറ്റുകയും ആ പണം നക്സൽ മേഖലകളിൽ ചെലവഴിക്കുകയും ചെയ്തിരുന്നത് ഇവർ വഴി കൂടിയാണ്. ഇവിടെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ മാനവിക സേവനം സഹിക്കവയ്യാതെയാണ് പോകുന്നതെന്ന്. അതൊന്നുമല്ല, ഒരു മാനവിക സേവനം സഹിക്കവയ്യാതെ പോകുന്നത് അല്ല. എന്തിനാണ് ഇവർ അവിടെ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള അതിദരിദ്രരായിരിക്കുന്ന ആദിവാസികളെ ക്രിസ്ത്യ മതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇവരവിടെ പോകുന്നത്. അതിന് പറഞ്ഞിരുന്നൊരു മറുപേരാണ് എന്ത്? ഞങ്ങൾ ഈ സേവനം നിർത്താൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾ ഈ സേവനത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന്. കാരണം ഈ സേവനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ മലപ്പുറത്ത് പോകാമല്ലോ. പക്ഷേ മലപ്പുറത്ത് ഇവർ ഇന്നുവരെ സേവനത്തിന് പോകുന്നില്ല. പക്ഷെ ഇതിനകത്താണ് മറ്റൊരു കണക്ഷൻ വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നക്സലൈറ്റുകൾക്ക് ഫണ്ടിങ് നടത്തുന്ന ഏജൻസികളുമായിട്ടും ഇവർക്ക് ബന്ധമുണ്ട്. ഈ ജെസ്യൂട്ട് സഭയ്ക്ക് വേണ്ടിയിട്ടും കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ടും മറ്റ് ക്രിസ്ത്യൻ ഓർഗനൈസേഷനും വേണ്ടിയിട്ട് ഈ ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും മറ്റേ മധ്യപ്രദേശിലും രാജസ്ഥാൻ്റെയും ഒക്കെ ചില ഭാഗങ്ങളിലും ആന്ധ്രയുടെ ഭാഗങ്ങളിലും തമിഴ്നാട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ ക്രൈസ്തവ സഭകൾക്ക് ഇവരൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അവരുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് സ്റ്റെയിൻ സാമി. അതെ, ജെസ്യൂട്ടായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പരിധി എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആവശ്യമായ ഫണ്ട് സ്വീകരിച്ചിട്ട് അവിടെ കൊണ്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഈ ഫണ്ടുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് CPM ഇവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ഫണ്ടുമായിട്ട് പലതരത്തിൽ ബന്ധപ്പെടുന്നുണ്ട് CPM എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ടാണ് MA ബേബിയും പിന്നെ ബ്രിട്ടാസും അവിടെ ചെന്നിരുന്നതിൻ്റെ ഒരു കാരണം. അവിടെ പോയിട്ട് അവരുമായിട്ട് ബഹളം ഉണ്ടാക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അല്ലാണ്ട് CJP അല്ലല്ലോ ഇവർക്ക് എന്ത് CJP? ഇത് അമേരിക്കൻ താല്പര്യമല്ലല്ലോ, ഇവർക്കും താല്പര്യമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അന്താരാഷ്ട്ര ശക്തികളുണ്ടല്ലോ, ആ അന്താരാഷ്ട്ര ശക്തികൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു മലയാളി വൈദികനും കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലൊരു ബിഷപ്പ്, കത്തോലിക്ക ബിഷപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് പെൻഡക്കോസ്റ്റ് സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരുണ്ട് ഇതിനകത്ത്. ഇവർക്കും ശക്തമായ ഒരു ഇന്ത്യ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കാത്തവരും അതിനെ എതിർക്കുന്നവരുമാണ്. ഇന്ത്യ ശക്തമായി നിലനിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇന്ത്യ ശക്തമായി നിലനിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകൾ മുഴുവനും. ഇന്ത്യ ശക്തമായ ഒരു രാജ്യമായി നിലനിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇസ്ലാമിക തീവ്രവാദികൾ. ഇന്ത്യ ശക്തമായ ഒരു രാജ്യമായി നിലനിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ രാഷ്ട്രീയ തീവ്രവാദികളായിട്ടുള്ള മാവോയിസ്റ്റുകൾ അടക്കമുള്ളവർ. അവരെല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് എതിർക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ജന്തർ മന്ദറിൽ നമ്മൾ കണ്ട ഈ നാടകം. ആ നാടകത്തിൻ്റെ പിന്നിൽ ഒരു മലയാളി വൈദികനും ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത. പക്ഷേ ഈ പറയുന്ന മുത്തലിയുടെയൊക്കെ ആഹ്വാനം കൊണ്ട് ആൾക്കാർ ഇതിലേക്ക് പങ്കെടുക്കുന്നുണ്ടോ? പിന്നെ പങ്കെടുക്കുമല്ലോ. അപ്പോൾ അത് അത്രയേറെ സ്വാധീനം അവർക്കുണ്ടല്ലോ. അവർക്ക് സ്വാധീനമുള്ള കുറേ പേരുണ്ടാകുമല്ലോ. ഒരാളും ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. കുറേ പേരുണ്ടാകും, അവർ പങ്കെടുക്കും. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം. ഒരുപാട് പേരെ
കാണിക്കണം. അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം. സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.